my dear students, welcome back to my channel, your online Teacher-Malayalam. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നോക്കാം. ഓക്കെ, സോ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിംഗ് കഴിഞ്ഞു അല്ലേ, പ്ലാനിങ് കഴിഞ്ഞു, ഓർഗനൈസിങ് കഴിഞ്ഞു, സ്റ്റാഫിംഗ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം എന്താണ് ആക്ഷനിലേക്ക് കൊണ്ടുവരാണ്. സോ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്താ നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയില്ലേ, ഗൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റിംഗിലേക്ക് വരുന്നത്. സോ ഡയറക്റ്റിംഗിൽ ദെൻ നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ഏരിയ പ്രകാരം പഠിക്കാനുള്ളത് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റിംഗിലേക്ക് വരുമ്പോൾ 4 എലമെൻറ്റ്സ് ആണുള്ളത്. 4 എലമെൻറ്റ്സിൽ ആദ്യത്തേത് വരുന്നതാണ് സൂപ്പർവിഷൻ, ദെൻ മോട്ടിവേഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ, ദെൻ ലീഡർഷിപ്പ്. സൂപ്പർവിഷനിലേക്ക് വെച്ചാൽ എന്താണ്, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യങ്ങളെല്ലാം എന്താണ് ഓവർസീ ചെയ്യുക അല്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണോ, നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ എന്താണ് സബോർഡിനേറ്റ്സിൻ്റെ വർക്ക് ഓവർസീ ചെയ്യുന്നതിനെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർവൈസേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ. സോ അവർ നല്ല രീതിക്ക് ജോലി ചെയ്യുന്നുണ്ടോ, നമ്മളുടെ പ്ലാൻ അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കലാണ് സൂപ്പർവിഷൻ. അപ്പോൾ സൂപ്പർവൈസർ ആരാണോ ഈ സബോർഡിനേറ്റ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അയാളാണ് സൂപ്പർവൈസർ. ഈ സൂപ്പർവൈസറിന് തന്നെയാണ് നമ്മൾ ഫോർമൻ, ഓവർസിയർ, സൂപ്പറിൻറ്റൻഡൻറ്റ്, സെക്ഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷനിലേക്ക് വരുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് ഫോക്കസ് ഏരിയയിൽ പറയുന്ന കാര്യം മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. മോട്ടിവേഷൻ എന്താ, നിങ്ങളാണെങ്കിലും പറയാറുണ്ടല്ലേ, ഒരു മോട്ടിവേഷൻ ഇല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. സോ മോട്ടിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, നമുക്ക് വിചാരിച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ആ ഗോൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 5 മാർക്കിന് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോസ് എന്ന് വെച്ചാൽ എബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ്റെ നീഡ് ഹൈറാർക്കി തിയറി വളരെ ഇമ്പോർട്ടൻ്റ്, 5 മാർക്കിന് ചോദിച്ചേക്കാം. അദ്ദേഹം ഒരു US സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി പ്രകാരം 5 ആയിട്ടാണ് ഹ്യൂമൻ നീഡ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സോ അതിൽ ആദ്യത്തേതിൽ പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്. അതായത് ഒരാൾക്ക് സർവൈവ് ചെയ്ത് പോകാൻ, നിലനിന്ന് പോകാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഒക്കെ വേണമല്ലോ. സോ അങ്ങനെയുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഈ നീഡ്സ് എല്ലാം അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഫുഡും ഒരു കയറി കിടക്കാൻ ഒരു വീടൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിലാണ് അയാൾക്ക് അടുത്ത നീഡ് വരുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് വരുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സേഫ് ആയിരിക്കണം അല്ലേ, ഡേഞ്ചേഴ്സിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ സേഫായിട്ടിരിക്കാനുള്ളൊരു നീഡ് നമുക്കുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതും നല്ലൊരു ജോബ് സെക്യൂരിറ്റി ഉള്ള ജോബൊക്കെ നോക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സോഷ്യൽ നീഡ് അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ് എന്ന് പറയും. അതായത് എന്താണ്, സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരുടെ ലവ് ആൻഡ് കെയർ നമുക്ക് കിട്ടണം, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഇതൊക്കെ വരുന്നതാണ്. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് സൊസൈറ്റിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നൊരു നീഡ് നമുക്കുണ്ടാകും. അപ്പോൾ അതാണ് സോഷ്യൽ നീഡ്. അത് കഴിഞ്ഞ് വരുന്നതാണ് എസ്റ്റീം നീഡ്. എസ്റ്റീം നീഡ് എന്ന് വെച്ചാൽ എന്താണ്, അതിൽ നല്ലൊരു സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ്, പ്രസ്റ്റീജ്, ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്റ്റ്, ഇൻഡിപെൻഡൻസ്, മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ല പെർഫോമൻസ്, പ്രൊമോഷനൊക്കെ ഇല്ലേ, ഇതൊക്കെ എസ്റ്റീം നീഡ്സിലേക്ക് വരുന്നതാണ്. ഏറ്റവും ലാസ്റ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഒരാൾ അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നതാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. അയാളുടെ ലൈഫ് അംബിഷൻ എന്താണ്, എല്ലാവർക്കും നമുക്ക് കുറേ ചെറിയ ചെറിയ ഗോൾസ് ഉണ്ടാകും, മെയിനായിട്ടൊരു ഗോളും കൂടി ഉണ്ടാകും അല്ലേ. സോ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങളത് എഴുതുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൽ കണ്ടിരിക്കുന്നുണ്ടോ, ഈ ട്രയാങ്കിൾ ഷേപ്പ് കൂടി വരച്ചിട്ട് ഇതേപോലെ കൂടി എഴുതിയിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ദെൻ ഇതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ലീഡറിൻ്റെ ക്വാളിറ്റി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. ഈ ടെക്സ്റ്റിൽ നിന്ന് തന്നെ നോക്കി പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഈ ലീഡർഷിപ്പിലെ ലീഡറിൻ്റെ ക്വാളിറ്റി.
ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരുടെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ലീഡർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതും 5 മാർക്കിൽ അല്ലെങ്കിൽ 6 മാർക്കിലേക്ക് വരാവുന്നതാണ് കേട്ടോ. നോക്കാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് അതൊരു പരിധി വരെ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല ഹൈറ്റും നല്ല വെയിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അയാളൊരു ലീഡർ ആവണം എന്നൊന്നുമില്ല. ചെറിയ ആളുകൾ ലീഡറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എന്തായാലും ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഹൈറ്റ്, വെയിറ്റ്, അപ്പിയറൻസ് ഒക്കെ. പിന്നെ നോളജ് വേണം അല്ലേ? എന്നാലാണ് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ നയിക്കാനും പറ്റുള്ളൂ. ഇൻറ്റഗ്രിറ്റി വേണം. അയാൾ സത്യസന്ധനായിരിക്കണം, മറ്റുള്ള ആളുകൾക്ക് റോൾ മോഡലായിരിക്കണം. ഇനീഷ്യേറ്റീവ്, കാര്യങ്ങളൊക്കെ ആദ്യമേ മുന്നിട്ടിറങ്ങി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അയാൾക്ക് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആളുകളോട് സംസാരിക്കാനും മറ്റുള്ള ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു സ്കില്ല് അയാൾക്ക് വേണം. മോട്ടിവേഷൻ സ്കില്ല്, ഓരോ എംപ്ലോയീസിൻ്റെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റണം. സെൽഫ് കോൺഫിഡൻസ് അല്ലേ? സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് ഏതൊരു സിറ്റുവേഷൻ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. എപ്പോഴെപ്പോഴും തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാവരുത്. സോഷ്യൽ സ്കില്ല്, ആളുകളുമായിട്ട് എല്ലാം ഇടപഴകി ആളുകളിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെയാണ് ലീഡർഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള ക്വാളിറ്റീസ് വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. ഫോക്കസ് ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഐഡിയാസ്, ഫാക്ട്, ഒപ്പീനിയൻ, ഇമോഷനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5-6 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ കൂടി വരച്ച് വെക്കണം. ആദ്യം സെൻഡർ, ദെൻ മെസ്സേജ്, ദെൻ അതിൻ്റെ ഇടയ്ക്ക് എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നോയ്സും വരാം. സെൻഡർ എന്ന് വെച്ചാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അയാളാണ് സെൻഡർ. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ കൈമാറ്റം ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്, വേർഡ്സ് ആയിക്കോട്ടെ, ഫാക്ട്സ് ആയിക്കോട്ടെ, ഐഡിയാസ് ആയിക്കോട്ടെ, ആ കമ്മ്യൂണിക്കേഷൻ്റെ സബ്ജക്റ്റ് മാറ്ററാണ് മെസ്സേജ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൈമാറുന്ന അതിന് എന്താണ് വേർഡ്സ്, ആക്ഷൻ, പിക്ചർ, ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്ത് മീനിങ് ഫുൾ ലാംഗ്വേജിലേക്ക് ആ ഐഡിയനെ മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അത് ഏത് മീഡിയത്തിലൂടെയാണ് മെസ്സേജ് പോകുന്നത്? ഫേസ് ടു ഫേസ് ടോക്കാണോ, ടെലിഫോണിലൂടെയാണോ? അതാണ് മീഡിയ അല്ലെങ്കിൽ ചാനൽ. ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു മെസ്സേജിനെ, നമ്മുടെ ഐഡിയനെ എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള സിമ്പിൾസിലേക്ക് മാറ്റി. ദെൻ ആ സിമ്പിൾസിനെ എന്താണ് തിരിച്ച് മെസ്സേജിൻ്റെ മീനിങ് കിട്ടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ റിസീവർ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, മെസ്സേജ് കിട്ടുന്നത് ആർക്കാണോ അതാണ് റിസീവർ. ദെൻ റിസീവർ ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ എന്താ അയാളുടെ റിപ്ലൈയോ റിയാക്ഷനോ റെസ്പോൺസോ ആർക്കും അയക്കും? ഈ ഒരു സെൻഡർക്ക് അയക്കും. അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇതിൽ നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലായിട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ പഠിച്ചിരുന്നു അല്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിലൂടെ പാസ്സാകുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൾ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നേരെ കുട്ടികളോട് പറയില്ല, HOD അടുത്ത് പറയും, HOD ആരോട് പറയും? ടീച്ചേഴ്സിനോട് പറയും, ടീച്ചർ ലീഡറോട് പറയും, ലീഡർ കുട്ടികളോട് പറയും. ഒരു കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിലാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടാകും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ലൈൻ ഉണ്ടാകും. അതിനെയാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മീനിങ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാലും വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ്. അതായത് താഴെ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ, സുപ്പീരിയർ സബോർഡിനേറ്റിൻ്റെ അടുത്തോ സബോർഡിനേറ്റ് സുപ്പീരിയറിൻ്റെ അടുത്തോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ. അതല്ല വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ തന്നെ സംസാരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫോർമാലിറ്റി ഒന്നുമില്ല. ആളുകൾ തമ്മിലുള്ള ഈ മെമ്പേഴ്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ അവരിടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ സംസാരിക്കാറില്ലേ, യാതൊരു ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ. അതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പല കാര്യങ്ങളാണ്. വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമൊന്നും ആകില്ല. ഒരു ചിരിയാകാം, ഒരു നോട്ടമാകാം, പല കാര്യങ്ങളും എന്താണ് അതിലേക്ക് വരുന്നുണ്ട്. അതെങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നൊന്നുമില്ല. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന്. കാരണം എന്താ? മുന്തിരിവള്ളികൾ പോലെ അതിങ്ങനെ കൂടിക്കലർന്ന് കിടക്കും. എവിടെ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ പ്രകാരം പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയാസ് എടുത്ത് തീർന്നതിന് ശേഷം നമുക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ. സോ വീഡിയോസ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.